വടകര എം പി ഷാഫി പറമ്പിൽ മീഡിയ വണ്ണുമായി ചേരുകയാണ്. ഇപ്പോൾ കോൺഗ്രസിലെ വലിയ PCC അധ്യക്ഷന്മാർക്ക് അധികം ജനങ്ങൾക്കിടയിലേക്കാണ് സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രസന്റ് ചെയ്യുന്നത്. അത് പ്രസന്റ് ചെയ്യുമ്പോൾ താഴെത്തട്ടിൽ ജനങ്ങളുടെ വികാരത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയാവുന്ന ബോഡികൾക്ക് അക്കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു സേ കൊടുക്കുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. രണ്ട് ഇമ്പാക്റ്റ് ആണ്. ഒന്ന്, ഓർഗനൈസേഷൻ സ്ട്രെങ്തൻ ആവും. ഓരോ തലത്തിലുള്ള പാർട്ടി പ്രവർത്തനങ്ങൾക്ക് കുറച്ചും കൂടെ വാല്യൂ വരും. പദവി അലങ്കാരം മാത്രമല്ല എന്ന് ഇവിടെ ICC പ്രസിഡന്റ് ഇപ്പം പ്രഖ്യാപിച്ചത് നമ്മൾ കേട്ടു. അങ്ങനെ കൊണ്ടു നടക്കുന്നവരോട് റിട്ടയർ ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് പ്രായത്തിൻ്റെ അല്ല, ആക്ടിവിറ്റിയുടെയാണ്. ആക്റ്റീവായിട്ട് നിൽക്കുന്നവർക്കുള്ള സ്പേസ്, താഴെത്തട്ടിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവിടെ നിന്നുള്ള ശബ്ദം ഡിസിഷൻ മേക്കിങ്ങിൽ കുറച്ചുകൂടി ഇൻഫ്ലുവൻസീവ് ആക്കുക എന്നുള്ളത് ശരിക്കും ഓർഗനൈസേഷനെയും കേഡറിനെയും ശക്തിപ്പെടുത്തും. മറ്റൊന്ന്, അങ്ങനെ വരുന്ന തീരുമാനങ്ങൾ ജനാധിപത്യ മതേതര ശക്തികൾക്ക് കോൺഗ്രസിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. കാരണം ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ആക്ച്വൽ ഫീഡ്ബാക്കിനെ ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറാണ്. ഉന്നതങ്ങളിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാവുന്ന ഒരു ഫീഡ്ബാക്കാണ് ഇതിലൂടെ പാർട്ടി കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് പൊതുജനത്തിന്റെ തീരുമാനങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് വരും. മൊത്തത്തിൽ രാജ്യത്ത് ജനാധിപത്യ PCC നേതൃത്വത്തിനും പാർലമെന്ററി നേതാക്കന്മാർക്കും ഇത്തരത്തിൽ DCCകൾക്കൊരു അധികാരം നൽകുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലും അധികാരം കുറയും എന്നതിനോട് തോന്നുന്നുണ്ടാവും. അതൊന്നുമില്ലല്ലോ. ഇത് അധികാരം ആരുടെ കയ്യിലിരിക്കുന്നു, അത് ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അത് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മാനദണ്ഡം. അപ്പൊ ഇത് ആരുടെ കയ്യിലിരുന്നാലും ജനങ്ങൾ അംഗീകരിക്കുന്ന തീരുമാനങ്ങളിലേക്ക് കൂടുതൽ പാർട്ടി പോകുന്നത് ഏത് തലത്തിലുള്ള നേതാവിനും നല്ലതാണല്ലോ. താഴെത്തട്ടിൽ ഈ സാധനം ഇല്ലാതെ അതിന്റെ മേലെ കയറി ഇരുന്നിട്ട് നേതാവാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. താഴെത്തട്ടിൽ DCCകൾ സ്ട്രെങ്തൻ ചെയ്താൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സ്ട്രെങ്തൻ ചെയ്താൽ, മണ്ഡലം കമ്മിറ്റികൾ സ്ട്രെങ്തൻ ചെയ്താൽ ഏത് നേതാവിനും അതൊരു കരുത്താണ്. അപ്പൊ ഇതിലാരും അസ്വസ്ഥരാവേണ്ട കാര്യമില്ല. അത് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന. ഈ ഒരു മത്സരവിലക്ക് ആദ്യത്തെ 3 വർഷം ഒരു ധാരണയായിട്ടുണ്ട് DCC അധ്യക്ഷന്മാർക്ക്. ഇതിങ്ങനെ വന്നാൽ DCC അധ്യക്ഷനായിട്ട് ഉള്ള ഒരു തിരക്ക് കുറയും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള മാനേജ്മെന്റ് ഇലക്ഷൻ ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് അതിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. അല്ല, DCC പ്രസിഡന്റുമാർ മുഴുവൻ മത്സരിക്കാൻ വേണ്ടി മാത്രമാണോ ആ സ്ഥാനത്തേക്ക് വരുന്നത്? അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ ഇപ്പോൾ കേരളത്തിലെ 14 DCC പ്രസിഡന്റുമാരിൽ എത്ര പേര് ജനപ്രതിനിധികളുണ്ട്? മത്സരിക്കാൻ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പദവിയല്ലേ. ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചീഫ് അല്ലേ. അതൊരു ഓർഗനൈസേഷണൽ പോസ്റ്റ് തന്നെയാണ്. ആ ഓർഗനൈസേഷൻ പോസ്റ്റിൽ 3 വർഷം ചിലപ്പോൾ മത്സരങ്ങൾക്കില്ലാതെ പ്രവർത്തിക്കാമെന്നായിരിക്കും ചിലപ്പം പറയും. പക്ഷെ അതിന്റെ അർത്ഥം ഒരിക്കലും മത്സരിക്കില്ല എന്നല്ലല്ലോ. 3 വർഷം സംഘടനയെ സ്ട്രെങ്തൻ ചെയ്തിട്ട് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ തന്നെ അവരെ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ അതങ്ങനെ തിരക്ക് കുറയാന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും കൂടെ തിരക്ക് കൂട്ടിയാൽ ഏബിൾ ആയിട്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു DCC പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് ജില്ലയിലെ കോൺഗ്രസിന്റെ തലവനാവും. ഞാൻ സത്യം പറഞ്ഞ പേഴ്സണലായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്ഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത് പാലക്കാട് തന്നെ ഇങ്ങനെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പൊ പാലക്കാട് തന്നെ നിൽക്കുമ്പോൾ എത്രയോ സ്റ്റേറ്റ് പ്രസിഡന്റുമാർ യൂത്ത് കോൺഗ്രസിന്റെ അടുത്ത DCC പ്രസിഡന്റ് ആയത്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ അടുത്ത DCC പ്രസിഡന്റ്ഷിപ്പ് ആയത്. ഞങ്ങളെല്ലാവരും വിലമതിക്കുന്ന ഒരു പാർട്ടി പോസ്റ്റാണ് അത്. എല്ലാവർക്കും മത്സരിക്കുക എന്നുള്ളതിന് മാത്രം പദവികളിലേക്ക് ഇരിക്കുന്നില്ല. സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് പോസ്റ്റാണ്. പിന്നെ 3 വർഷത്തിനപ്പുറത്തേക്ക് അവരെ മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനൊന്നും പറ്റില്ല. അവർ ആ ടേം കഴിയുമ്പോൾ അവർ മത്സര രംഗത്തേക്ക് വരും. മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ഏതായാലും DCC പ്രസിഡന്റ് പിന്നീട് സംസ്ഥാന പ്രസിഡന്റ് DCC പ്രസിഡന്റായ ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. VS ജോയ് അങ്ങനെ ഒരാളാണ്. ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ VS ജോയ് ആ തരത്തിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള ആളാണോ? അത് പാർട്ടി സ്ഥാനാർത്ഥി നിർണയ സമിതികൾ ചേർന്ന്, പാർട്ടിയുടെ ഇലക്ഷൻ കമ്മിറ്റി ചേർന്ന് KPCCയിൽ ആലോചിച്ച് അങ്ങനെ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പരിഗണിക്കപ്പെടാവുന്ന ആളുകളുണ്ട്, സീറ്റ് കൊടുക്കാവുന്ന ആളുകളുണ്ട്. സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞൊരു പ്രഖ്യാപനമൊന്നും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നടത്തേണ്ട ഒരു സമയമായിട്ടില്ല. അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ആ ചർച്ചകൾ ആരംഭിക്കും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ UDF ജയിക്കുന്ന ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയം അക്കാര്യത്തിൽ നടക്കും. അവിടെ യോഗ്യരായിട്ടുള്ള ആളുകളുണ്ട്. അവരിൽ നിന്ന് ഏറ്റവും കൊള്ളാവുന്ന ആളെ തന്നെ തീർച്ചയായിട്ടും പാർട്ടി തെരഞ്ഞെടുക്കും. ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകൾ അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. UDFന് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്.
പക്ഷേ ഈ നിലമ്പൂരിൽ പിടിച്ചെടുക്കുന്നതോടുകൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു കഴിയുമ്പോൾ ആ വിജയിച്ചാൽ വലിയ തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഉറപ്പായിട്ടും അത് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ഇപ്പൊ ചേലക്കരയിൽ പോലും 39,000 വോട്ടിന് പിന്നെ CPM ജയിച്ച മണ്ഡലം ഇത്തവണ നമ്മൾ പരാജയപ്പെട്ടെങ്കിലും 13,000 വോട്ടിനാണ്. പാലക്കാട് 3,000 ചില്ലാന വോട്ടിന് ഞാൻ ജയിച്ച മണ്ഡലം ഇത്തവണ നമ്മൾ ജയിക്കുന്നത് 18,000-ന്റെ മേലെയാണ്. അപ്പം നമ്മൾ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി എന്ന് മാത്രമല്ല നല്ല ഭൂരിപക്ഷത്തോടെയാണ് നിലനിർത്തിയത്. ഇത്തവണ പിടിച്ചെടുക്കുന്നതും നിലമ്പൂരിലൂടെ നമുക്ക് കാണാൻ കഴിയും. അക്കാര്യത്തിന് സംശയം വേണ്ട. ഉറപ്പായിട്ടും വിജയിക്കും. അത് നിലമ്പൂർ ജനത മാത്രമല്ല, കേരളത്തിലെ മൊത്തം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിലമ്പൂരും പിന്നെ UDF വിജയിക്കും.